സാമ്പ്രാണിക്കൊടി വിനോദസഞ്ചാര മേഖലയെ തകർക്കാൻ കോൺഗ്രസ് ഗൂഢാലോചന. സ്ഥാപിത താൽപര്യത്തോടെ ചില ബോട്ടുടമകളെ ഇളക്കിവിട്ട മുകേഷ് എംഎൽഎയെ ആക്ഷേപിക്കാനും കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചതായി ആരോപണം. അഷ്ടമുടി കായലിന്റെ ഒത്തനടുക്ക് ഇങ്ങനെ കായലിൽ ഇറങ്ങി നിൽക്കാൻ കൊതിക്കാത്തവരായി ആരുമുണ്ടാകില്ല. നാൾക്കുനാൾ സാമ്പ്രാണിക്കൊടിയിൽ വിനോദസഞ്ചാരികളുടെ തിരക്കുമേറുന്നു. വന്നിട്ട് നല്ല രസമായിട്ട് തോന്നുന്നു. കണ്ടിട്ട് വെള്ളം പിള്ളേരൊക്കെ ഇറക്കാൻ പറ്റുന്നുണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റും. കുറേ നമുക്ക് എല്ലാവർക്കും കൂടെ വന്നിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെയുള്ളതൊക്കെ വേണം, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ വേണം, എന്നാലേ ഉള്ളൂ ഒരു എന്റർടൈൻമെന്റ് ആവത്തുള്ളൂ. അടിസ്ഥാന വികസനവും വിനോദസഞ്ചാരികളുടെ സുരക്ഷയും ഉറപ്പാക്കി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ബോട്ട് സവാരിക്ക് DTPC 150 രൂപ നിശ്ചയിച്ചു. ബോട്ടുകൾ അടുക്കാൻ സ്ഥലമില്ലാത്തതിനാൽ മണലിൽ ക്ഷേത്രത്തിന് സമീപത്തും പോയിന്റ് സ്ഥാപിച്ചു. 40-ലധികം ലൈസൻസുള്ള ബോട്ടുകളും പരമ്പരാഗത വള്ളങ്ങൾക്കും കർശന വ്യവസ്ഥകളോടെ അനുമതിയും നൽകി. വള്ളം മറിഞ്ഞ് അപകടമരണത്തെ തുടർന്ന് മാസങ്ങളോളം പൂട്ടിയിട്ടിരുന്ന സാമ്പ്രാണിക്കൊടി ടൂറിസം മുകേഷ് എംഎൽഎയുടെ കടുത്ത സമ്മർദ്ദത്തിലാണ് തുറന്നതും. എന്നാൽ ഈ വസ്തുതകൾ മറച്ചുവെച്ച് ചില ബോട്ടുടമകളെ രാഷ്ട്രീയ ആയുധമാക്കി സാമ്പത്തിക താൽപര്യത്തോടെ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ടൂറിസത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ചില ആളുകളുടെ ഇതാണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ളവരാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ. ആ വാർഡ് മെമ്പറുടെയും കൂടെ കൈയോടുകൂടിയാണ് നമ്മളുടെ കുറച്ച് സഖാക്കളെ പിന്തിരിപ്പിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ MLA ആണ് ഇതെല്ലാം നശിപ്പിക്കുന്നു എന്നുള്ള ഒരു തെറ്റായ പ്രചരണം നാട്ടിൽ നടത്തിക്കൊണ്ട് ഈ ടൂറിസത്തെ നശിപ്പിക്കുക, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. മുകേഷ് MLA ആയതിനു ശേഷം അദ്ദേഹം നിരന്തരം അവിടെ വരികയും അദ്ദേഹത്തിൻ്റെ കുടുംബം അടക്കം ഇവിടെ എല്ലാം വന്നൊന്ന് കാണുകയൊക്കെ ചെയ്തപ്പോൾ ഇത് ഉപയോഗിക്കണമെന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് പിന്നീട് DTPCക്ക് ആദ്യമായി ഒരു ബോട്ട് അവിടെ ഇട്ടിട്ട് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇത് തുടങ്ങിയത്. ഇത് 3 സൈഡും കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ടൂറിസത്തിന് ഒരുപാട് സാധ്യതയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ അഷ്ടമുടി എന്ന് പറയാൻ. എന്നാൽ അഷ്ടമുടി ടൂറിസ്റ്റ് സാധ്യതകളെ തകർക്കുവാനായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചില കോണുകളിൽ നിന്നുള്ള വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള ഒരു ആക്രമണം, ഇതിനെ ടൂറിസത്തിനെ ഇല്ലാതാക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാക്കി അഷ്ടമുടിയുടെ ടൂറിസ്റ്റ് സാധ്യതകൾ ഇല്ലാതാക്കാനുള്ള ചില ഗൂഢശക്തികൾ, അതിന് UDFിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ആസൂത്രിതപരമായ നീക്കമാണ് ഈ ടൂറിസ്റ്റ് സാധ്യതകൾ തകർക്കുവാൻ വേണ്ടി MLAയുടെ പേരിൽ ആരോപിച്ചുകൊണ്ട് ഈ ടൂറിസ്റ്റ് സാധ്യതകൾ ഇല്ലാതാക്കുക എന്നുള്ള ശ്രമമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അത് MLA വിചാരിച്ചുകൊണ്ട് 46 ബോട്ടും 30-30ഓളം വരുന്നുണ്ട് വള്ളങ്ങളും 6-7 കടക്കാരും ഒക്കെ ജീവിക്കുന്നുണ്ട്. മുകേഷ് MLA വിചാരിച്ചുകൊണ്ട് ഇവിടെ പൂട്ടിയിട്ടിരുന്ന സംഗതി ഓപ്പണാക്കി. ജൂലൈ 8-ാം തീയതി പൂട്ടി വിട്ടിരുന്ന നീണ്ട 6 മാസം പൂട്ടിയിട്ടിരുന്നു. MLA മുൻകൈ എടുത്തതുകൊണ്ട് ഇവിടെ ഓപ്പണാക്കി. ആദ്യകാലങ്ങളിൽ ചിലർ ബോട്ട് സർവീസ് നടത്തി വൻ വെട്ടിപ്പ് നടത്തിയതായും ആക്ഷേപമുണ്ട്. സുതാര്യതയും വികസനവും ഉറപ്പാക്കാൻ DTPC സ്വീകരിച്ച നടപടികൾ പ്രതികൂലമായപ്പോൾ കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മുകേഷിനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ചെകുവരെ തുരുത്തെന്നായിരുന്നു ആദ്യം ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ്റെ പേര്. കൈരളി ന്യൂസാണ് ആദ്യം ഇത് ലോകത്തെ ഇങ്ങനൊരു കേന്ദ്രത്തെക്കുറിച്ച് അറിയിക്കുന്നത്. പിന്നീട് അത് സാമ്പ്രാണിക്കൊടിയായി മാറി. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ടൂറിസം ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമായി ഇത് മാറി. ഇവിടുത്തെ വികസനമാണ് MLA സ്വപ്നം കാണുന്നതും നടപ്പിലാക്കുന്നതും. സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.